സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൃഷിനെ തിരക്കി സാഗർ പല വഴിക്കും പോകുന്നു. അങ്ങനെ ഒരു റോഡരികിൽ കൃഷിൻ്റെ വണ്ടി കണ്ട് വന്ന് ഒതുക്കി നോക്കുമ്പോഴത്തേക്കും കൃഷി മദ്യപിച്ച് ലെക്ക് ഇട്ട് കിടക്കുന്നുണ്ട്. കൃഷിനെ തട്ടി വിളിക്കുമ്പം ഇതാരാ, അച്ഛനാണോ? നീ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുടിച്ച്. അതിനിപ്പോൾ അച്ഛനെന്താ, നീ ഇങ്ങോട്ട് എണീറ്റേ വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ കൃഷി ചെല്ലുന്നില്ല. നിന്നെ ഇപ്പോഴെടുക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിന് കൃഷിനെ വലിച്ചു പൊക്കി അങ്ങോട്ട് നടക്കുമ്പോഴാണ് കുപ്പിയിൽ ബാക്കി മദ്യം കാണുന്നത്. കൃഷി ഒറ്റയ്ക്ക് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സുജിയും ആൻറ്റിയമ്മയ്ക്ക് അത് വലിയ വിഷയം ഉണ്ടാക്കും. വീണ്ടും എല്ലാവരും കൃഷിനെ കുറ്റപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ സാഗറും കൃഷിനെ പോലെ ആ ബാക്കി മദ്യം എടുത്ത് കുടിച്ച് രണ്ടുപേരും പാമ്പായിട്ട് വീട്ടിലേക്ക് വരുന്നു. അതേസമയം കൺമണിയാണെങ്കിൽ തീരെ സമാധാനമില്ലാതെ നമ്മുടെ കൃപമോളെ വിളിക്കുന്നു. കൃഷ് സാറും സാഗർ സാറും വീട്ടിലേക്ക് തിരികെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ലെന്നും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ നടന്ന കാര്യത്തെ ചൊല്ലി രണ്ടുപേരും കൂടി വാക്തർക്കമായല്ലോ. അച്ഛൻ വന്ന് രണ്ടുപേരോടെയും അതിനെപ്പറ്റി ചോദിച്ചു. ഞാനാ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പോഴാണെങ്കിൽ അമ്മ ബലരാമേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കൃഷിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. അമ്മ കുറച്ച് ദിവസം കൊണ്ട് അവഗണിക്കുവാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മനസ്സിൽ വെച്ചാൽ പെരുമാറുന്നത്. സാറിനിത് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറിനെ കാണാത്തതുകൊണ്ട് തീരെ സമാധാനമില്ലെന്നൊക്കെ പറയുന്ന സമയത്ത് കൃപമോളാണെങ്കിൽ കൺമണിയുടെ ടെൻഷൻ മനസ്സിലാക്കി സാഗർ കുടുംബത്തിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ കൺമണിയും കൃഷിനെ തിരക്കി വീട്ടിൽ വന്നിരിക്കുന്നു. അതേസമയം ആടി പൂസായി നമ്മുടെ സാഗറും കൃഷിയും കൂടി പാട്ടും പാടി വരുന്ന സൗണ്ട് അകത്തിരിക്കുന്ന അവർ കേട്ട് പുറത്തേക്ക് വരുന്നു. കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ആൻറ്റിയമ്മ പറയുന്നു, കുടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിന് ഈ ഗേറ്റിനപ്പുറത്തേക്ക് ഞാൻ കടക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ തീർത്ത് പറയുന്ന സമയത്ത് സുജിയും സപ്പോർട്ട് എന്ന് പറയുന്നു രണ്ടുപേരും അകത്തേക്ക് വരണ്ടെന്ന്. ഉറപ്പാണോ എന്നെ അകത്ത് കയറ്റത്തില്ലേ? അപ്പോൾ ഉറപ്പാണെന്ന് സുജിയും അതുപോലെ ആൻറ്റിയമ്മയും പറയുന്നു. അതൊക്കെ കണ്ട് കൺമണിയും കൃപമോളും ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സാഗറും കൃഷിയും കൂടി മതിൽ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴയുവാണ് മതിലിരുന്നുകൊണ്ട്. അപ്പോൾ എന്തൊക്കെ കാണണമല്ലേ, കാത്തിരിക്കാം. എന്തായാലും കൃഷിന് കൺമണിയുടെ വക നാളെ ഓണമാണ്, അത് മേടിച്ചു കൂട്ടാൻ നമ്മുടെ കൃഷും അതുപോലെ കൃഷിനെ വിളിച്ചുകൊണ്ട് വരാൻ പോയ സാഗറും ഇരുന്ന് കേട്ടേ പറ്റൂ. സാഗറിന് സുജിയുടെ വകയും കൃഷിന് കൺമണിയുടെ വകയും നാളെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. കാത്തിരിക്കാൻ എന്താകുമെന്ന്.